ഇന്ത്യയുടെ വടക്കേ അതിർത്തിയിലെ ഹിമനദികളിൽ നിന്ന് ഉത്ഭവിച്ച് പാകിസ്ഥാന്റെ ഫലഭൂയിഷ്ടമായ സമതലങ്ങളിലേക്ക് ഒഴുകുന്ന സിന്ധു നദീതട വ്യവസ്ഥ എന്നും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ തന്ത്രപ്രധാനമായ ഒരു ചർച്ചാ വിഷയമാണ്. എന്നാൽ ദശകങ്ങളായി തുടർന്നു പോന്ന നയതന്ത്ര മരവിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് സിന്ധു നദീജല കരാറിൽ ഇന്ത്യ വരുത്തിയ നിലപാട് മാറ്റവും അതിനു പിന്നാലെ ജമ്മു കാശ്മീരിൽ പ്രഖ്യാപിച്ച കൂറ്റൻ ജലവൈദ്യുത പദ്ധതികളും ദക്ഷിണേഷ്യയിലെ ഭൗമ രാഷ്ട്രീയ സമവാക്യങ്ങളെ പാടെ മാറിമറിച്ചിരിക്കുകയാണ്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് പാകിസ്ഥാൻ നൽകുന്ന പിന്തുണയ്ക്ക് സൈനികമായ തിരിച്ചടികൾക്ക് പുറമെ സാമ്പത്തികമായും നയതന്ത്രപരമായും കനത്ത പ്രഹരം നൽകാനാണ് ഇന്ത്യ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ജമ്മു കാശ്മീരിലെ ചെനാബ് നദിയിൽ നിർമ്മിക്കാനൊരുങ്ങുന്ന സാവൽകോട്ട് ജലവൈദ്യുത പദ്ധതിയും ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന നീക്കവും പാകിസ്ഥാന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള വലിയ വെല്ലുവിളികളാണ് ഉയർത്തുന്നത്. ജമ്മു കാശ്മീരിലെ ഉധംപൂർ, റംബാൻ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന സാവൽകോട്ട് ജലവൈദ്യുത പദ്ധതി ഇന്ത്യയുടെ ഊർജ്ജ ഭൂപടത്തിൽ മാത്രമല്ല, ഭാരതത്തിന്റെ പ്രതിരോധ തന്ത്രങ്ങളിലും വലിയൊരു നാഴികക്കല്ലാണ്. ഏകദേശം 1856 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഈ മെഗാ പ്രോജക്റ്റിന് 2 ഘട്ടങ്ങളായാണ് കേന്ദ്ര സർക്കാർ രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത്. നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ ഇതിനായുള്ള ആഗോള ടെൻഡറുകൾ ക്ഷണിച്ചു കഴിഞ്ഞു. ഇത് പദ്ധതിയുടെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പച്ചക്കൊടി ലഭിച്ച ഈ പദ്ധതി 9 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ ഈ പദ്ധതി വെറുമൊരു വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രം മാത്രമല്ല എന്ന തിരിച്ചറിവാണ് പാകിസ്ഥാനെ അസ്വസ്ഥരാക്കുന്നത്. സിന്ധു നദീജല കരാറിന് കീഴിൽ പടിഞ്ഞാറൻ നദികളിലെ ജനത്തിന്മേൽ ഇന്ത്യക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള അവകാശങ്ങൾ കൃത്യമായി വിനിയോഗിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിന്റെ ഭാഗമാണിത്. പാകിസ്ഥാന്റെ സാമ്പത്തിക നട്ടെല്ലായ കൃഷിമേഖല പൂർണ്ണമായും ആശ്രയിക്കുന്നത് ചെനാബ് ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ നദികളെയാണ്. പാകിസ്ഥാൻ പഞ്ചാബിലെ 90% കൃഷിയിടങ്ങളും ഈ നദിയിലെ ജലപ്രവാഹത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. സാവൽകോട്ട് അണക്കെട്ട് യാഥാർത്ഥ്യമാകുന്നതോടെ ചെനാബ് നദിയിലെ ജലപ്രവാഹം നിയന്ത്രിക്കാനുള്ള തന്ത്രപരമായ ശേഷി ഇന്ത്യക്ക് കൈവരും. കരാർ ലംഘിക്കാതെ തന്നെ നദിയിലെ ജലം സംഭരിക്കാനും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി ഉപയോഗപ്പെടുത്താനും ഇന്ത്യക്ക് സാധിക്കുമ്പോൾ പാകിസ്ഥാന് ലഭിക്കുന്ന ജലത്തിന്റെ അളവിൽ സ്വാഭാവികമായ മാറ്റങ്ങൾ വന്നേക്കാം. പ്രത്യേകിച്ച് വരൾച്ചാ സമയത്തോ അല്ലെങ്കിൽ നയതന്ത്ര ബന്ധങ്ങൾ വഷളാകുന്ന സാഹചര്യങ്ങളിലോ ജലപ്രവാഹം നിയന്ത്രിക്കാനുള്ള ഇന്ത്യയുടെ ഈ സ്വിച്ച് പാകിസ്ഥാന് വലിയ ഭീഷണിയാണ്. നദീജല കരാർ ഇന്ത്യ ഏകപക്ഷീയമായി പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് പാകിസ്ഥാൻ നേരിടുന്ന ഏറ്റവും വലിയ നയതന്ത്ര പരാജയമായി മാറുകയാണ്. ചെനാബ് നദീതടത്തിൽ ഇന്ത്യ നടപ്പാക്കുന്ന പക്കൽദൂൽ, അതുപോലെ കിരു, ക്വാർ, റാറ്റിൽ എന്നീ പദ്ധതികൾ കൂടി ചേരുമ്പോൾ ഈ മേഖലയിലെ ജലനിയന്ത്രണം പൂർണ്ണമായും ഇന്ത്യയുടെ കൈകളിലെത്തും. ഇതിൽ 1000 മെഗാവാട്ട് ശേഷിയുള്ള പക്കൽദൂൽ പദ്ധതി ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടുകളിൽ ഒന്നായി മാറും. 2026 ഡിസംബറോടെ ഈ പദ്ധതികൾ കമ്മീഷൻ ചെയ്യാനാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന കർശന നിർദ്ദേശം. ഭാരതം ഇത്രയും കാലം കാണിച്ച നയതന്ത്രപരമായ ഉദാരത ഇനി പ്രതീക്ഷിക്കേണ്ടത് ഇല്ലെന്ന കൃത്യമായ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. 1960 സിന്ധു നദീജല കരാർ അനുസരിച്ച് പടിഞ്ഞാറൻ നദികളിൽ ഇന്ത്യക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ അവകാശമുണ്ടെങ്കിലും പാകിസ്ഥാന്റെ തടസ്സവാദങ്ങൾ ഭയന്ന് മുൻപ് പല സർക്കാരുകളും ഇത്തരം പദ്ധതികളിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യം പാകിസ്ഥാനെ ശരിക്കും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. നദീജലത്തിന് പുറമെ ആരോഗ്യ മേഖലയിലും പാകിസ്ഥാൻ വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. പഹൽഗാമിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നീക്കത്തിന് പിന്നാലെ ഇന്ത്യയിൽ നിന്നുള്ള വാക്സിൻ ഇറക്കുമതി പാകിസ്ഥാൻ നിർത്തിവെച്ചത് അവർക്ക് തന്നെ വിനയായിരിക്കുകയാണ്. ലോകത്തിലെ വാക്സിൻ നിർമ്മാണത്തിന്റെ തലസ്ഥാനമായി അറിയപ്പെടുന്ന ഇന്ത്യയിൽ നിന്നുള്ള പ്രതിരോധ മരുന്നുകൾ കുറഞ്ഞ വിലയിൽ പാകിസ്ഥാന് ലഭിച്ചിരുന്നു. പോളിയോ ഉൾപ്പെടെയുള്ള 13 മാരക രോഗങ്ങൾക്കെതിരെ 62 ലക്ഷത്തോളം വരുന്ന പാകിസ്ഥാനി കുഞ്ഞുങ്ങൾക്ക് നൽകി വരുന്ന വാക്സിനുകൾ വലിയൊരു പങ്കും ഇന്ത്യയിൽ നിന്നുള്ളവയായിരുന്നു. ഇന്ത്യയുമായുള്ള വാക്സിൻ യുദ്ധം പാകിസ്ഥാന്റെ ആരോഗ്യ മേഖലയിൽ 10,000 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ കൂടുതൽ തകർച്ചയിലേക്ക് നയിക്കുമെന്ന് പാകിസ്ഥാൻ ആരോഗ്യമന്ത്രി തന്നെ തുറന്നു സമ്മതിച്ചിട്ടുണ്ട്. നിലവിൽ അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളായ ഗവി, അതുപോലെ യൂണിസെഫ് എന്നിവയുടെ സഹായത്തോടെയാണ് പാകിസ്ഥാൻ തങ്ങളുടെ വാക്സിൻ ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. എന്നാൽ 2031ഓടെ ഈ അന്താരാഷ്ട്ര സഹായം അവസാനിക്കാനിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ സ്വന്തമായി വാക്സിൻ നിർമ്മിക്കാനുള്ള ശേഷി പാകിസ്ഥാന് ഇതുവരെ കൈവരിക്കാനുമായിട്ടില്ല. സൗദി അറേബ്യയുടെ സഹായത്തോടെ തദ്ദേശീയമായി വാക്സിൻ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാൻ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും അത് സാമ്പത്തികമായി ലാഭകരമാകണമെങ്കിൽ പ്രതിവർഷം 30 കോടി ഡോസുകളെങ്കിലും നിർമ്മിക്കേണ്ടതുണ്ട്. നിലവിലെ പാകിസ്ഥാന്റെ തകർന്നടിഞ്ഞ സമ്പദ് വ്യവസ്ഥയിൽ ഇത്തരം ഒരു വൻകിട പദ്ധതി എത്രത്തോളം പ്രായോഗികമാണെന്ന് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഇന്ത്യയിൽ നിന്ന് ലഭിച്ചിരുന്ന വിലക്കുറവുള്ള വാക്സിനുകൾക്ക് പകരം മറ്റ് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് പാകിസ്ഥാന്റെ ഖജനാവിന് താങ്ങാവുന്നതിനുമപ്പുറമാണ്. ഭാരതത്തിന്റെ ഈ പുതിയ നയതന്ത്ര ശൈലി പാകിസ്ഥാന് നൽകുന്ന മുന്നറിയിപ്പ് വളരെ വ്യക്തമാണ്.
അതിർത്തിയിൽ തോക്കുകൾ കൊണ്ട് മറുപടി നൽകുന്നതിനൊപ്പം തന്നെ ജലവും ആരോഗ്യവും സാമ്പത്തിക സുസ്ഥിരതയും ഒരു ആയുധമായി ഉപയോഗിക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്ന് ഈ നീക്കങ്ങൾ തെളിയിക്കുന്നു. കാശ്മീരിലെ വികസന പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ മേഖലയിലെ ജനങ്ങൾക്ക് വൈദ്യുതിയും തൊഴിലും ലഭിക്കുമെന്ന് മാത്രമല്ല, പാകിസ്ഥാന്റെ ജലസ്രോതസ്സുകളിൽ ഇന്ത്യയുടെ അധികാരം ഉറപ്പിക്കുകയും ചെയ്യും. അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്നതിനൊപ്പം തന്നെ അവരുടെ ആഭ്യന്തര സുരക്ഷയും സാമ്പത്തിക നിലനിൽപ്പും ഇന്ത്യയുടെ കൈപ്പിടിയിലാകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. വാക്സിൻ മേഖലയിലെ ഇന്ത്യയുടെ മേധാവിത്വം, നദീജല കരാറിലെ കർക്കശ നിലപാടും പാകിസ്ഥാൻ ഭരണകൂടത്തെ മുട്ടുകുത്തിക്കാൻ പ്രാപ്തിയുള്ളതാണ്. അന്തിമമായി നോക്കിയാൽ പാകിസ്ഥാൻ സ്വയം വരുത്തിവെച്ച വിനയാണ് ഇതെന്ന് പറയേണ്ടി വരും. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് തുടരുമ്പോൾ തന്നെ ഇന്ത്യയുടെ ഔദാര്യങ്ങൾ ആസ്വദിക്കാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം ഷഹബാസ് ഷെരീഫ് സർക്കാരിന് തിരിച്ചടിയായിരിക്കുകയാണ്. ജലവൈദ്യുത പദ്ധതികളുടെ പൂർത്തീകരണവും വാക്സിൻ ഇറക്കുമതിയിലെ തടസ്സങ്ങളും പാകിസ്ഥാനിലെ സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുമ്പോൾ അത് ഭരണകൂടത്തിനെതിരെയുള്ള ജനരോഷമായി മാറാൻ സാധ്യതയുണ്ട്. ദശാബ്ദങ്ങളായി ഇന്ത്യ പുലർത്തിപ്പോന്ന ക്ഷമയുടെ അണക്കെട്ട് തുറന്നു വിട്ടിരിക്കുകയാണിപ്പോൾ. ഇതിനെ പ്രതിരോധിക്കാൻ പാകിസ്ഥാൻ സ്വീകരിക്കുന്ന ഓരോ നീക്കവും അവരെ കൂടുതൽ വലിയ കുരുക്കുകളിലേക്കാണ് നയിക്കുന്നത്. ഹിമാലയൻ നദികളിലെ ജലപ്രവാഹം പോലെ ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങളും പാകിസ്ഥാനെ നിസ്സഹായരാക്കിക്കൊണ്ട് മുന്നേറുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.